A car എഴുതിക്കോ. A car traveling at a speed of 54 kilometer per hour is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. Before coming to rest. A car traveling at a speed of 54 km per hour is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. എനിക്കറിയത്തില്ല, ക്വസ്റ്റ്യൻ ചെയ്യണം. ഒന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതായത് ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് ഇത് കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് എന്താണ് 54 കിലോമീറ്റർ പെർ അവർ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എ കാർ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് വേറെ തരാം, സമാനപ്പെട്, ഇതിൽ പാടുള്ള തരാം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 കിലോമീറ്റർ പെർ അവർ ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 സെക്കൻഡ്. ഇല്ലേ? അതായത് ഒരു കാറ് 54 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ബ്രേക്ക് പിടിച്ചു, 90 സെക്കൻഡിനുള്ളിൽ എന്ത് വന്നു? അത് റെസ്റ്റ് വന്നു. ഇല്ലേ? അപ്പം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, കണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി 54ഉം ഫൈനൽ വെലോസിറ്റി 0യുമാണ്. ആണോ? ആണ്. അതെപ്പോഴും ആലോചിച്ചോണം. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി വേണം ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാൻ. ഇല്ലേ? അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് 54 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനെ നമുക്ക് = 54 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ 5/18 ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ ആണല്ലോ? വി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? എന്നാന്ന് കണ്ടുപിടിച്ചോ. വി എന്ന് പറയുന്നത് 0 ആണ്. കണ്ടുപിടിച്ചോ പെട്ടെന്ന് ആയിക്കോട്ടെ. 3 മിനിറ്റ് സമയം തരും കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്ന് മിനിറ്റ് ആണ്. 7:23 ആയി. 7:26 ആകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ല മോനെ, തെറ്റാ. അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്.
ഇന്നലത്തെ ഇക്വേഷനും കൊണ്ടാ ചെയ്യാൻ പോകുന്നെങ്കിൽ മക്കളൊക്കെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ. ചെയ്തു. ഞാൻ അതുകൊണ്ടാന്ന് വിചാരിച്ചു അങ്ങ് ചെയ്യട്ടെ, അല്ലാതെ ചെയ്യാന്നങ്ങ് പറഞ്ഞില്ല. ഞാൻ പറയാം എങ്ങനെ ചെയ്തെന്ന് പറ. കറക്റ്റ്, അത് കറക്റ്റ്. എല്ലാവരും ശ്രദ്ധിച്ചു. 7:26 നമുക്ക് പറയാം. അതായത് നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് നമുക്ക് നേരത്തെ ഇന്നലെ പഠിപ്പിച്ച എന്താ, v² - u² = 2as ആണല്ലോ. അവിടെ നിന്ന് അവിടെ ടൈം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ടൈം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 സെക്കൻഡിനുള്ളിലാണ് എന്ത് വന്നിരിക്കുന്നത്, റെസ്റ്റ് വന്നിരിക്കുന്നത്. ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ എന്ത് കൺസിഡർ ചെയ്യണം, നമ്മൾ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം s അല്ല v u + at ആണല്ലോ. അവിടെ ഒന്ന് v 0 ആണ്. 0 എന്താ, u എത്രയാണ്, ഇനിഷ്യൽ വെലോസിറ്റി 15 പ്ലസ് a കണ്ടുപിടിക്കണം. ടൈം എത്രയാണ്, 90. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ -15 എന്നു വരും, a × 90 എന്ന് വരുന്നു. അവിടുന്ന് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ -15/90 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ 1/6. അപ്പോൾ ആക്സിലറേഷൻ -1/6 m/s² എന്ന് വരും. 1. 2. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് s എന്താ, ut + ½ at². ഇത് എന്തുകൊണ്ടാണെന്നറിയോ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാതെ? ഇന്നലെ പറഞ്ഞതിനകത്ത് ഇത്ര ടൈമിനുള്ളിൽ റെസ്റ്റ് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ഇത്ര ഇതിനകത്ത് ഇല്ലേ. ഇവിടെ പക്ഷേ ടൈം കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ, 90 സെക്കൻഡിനുള്ളിലാണ് 0 വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാം. s u എത്രയാ, 15 × t എത്രയാ, 90 + ½ × -1/6 × ടൈമിന്റെ സ്ക്വയർ, 80² ആണ്. എത്രയാ, 90യുടെ സ്ക്വയർ ഇല്ലേ. അങ്ങനെയാണെങ്കിൽ 15 × 9 എത്ര, 9 × 5 45, 4 9 അതായത് 9 × 5 45 അല്ലേ. ഓക്കെ 1350 പ്ലസ് എത്രയാ, -1/12 × എത്രയാ, 90യുടെ 8100 അല്ലേ, 8100. അപ്പം നമുക്ക് ഇവിടെ എത്ര, 90യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8100 അല്ലേ. ഇനി ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 12 × 6 72. ഏത്, 675 വരും. കറക്റ്റാ. 12 × 6 72 കറക്റ്റാ. ഇനി എന്ത് ചെയ്യണം, 13 5 0 - 675 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 675 എന്ന് കിട്ടും. അപ്പോൾ s എത്രയാ, 675 മീറ്റർ. ഈ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അത്രയും 54 km/h ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത്ര സ്പീഡ്, ഇത്രയും ഡിസ്റ്റൻസ് പോകും. എടാ ടൈം തന്നിട്ടില്ലല്ലോ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ എത്ര ടൈമിനുള്ളിൽ റെസ്റ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ, ഏതായിട്ട് നെഗറ്റീവ് എന്തെങ്കിലും ഇവിടെ ഈ ക്വസ്റ്റ് ഇത് വെച്ചിട്ടായിട്ട് ഇവിടെ ടൈം വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ, ചോദിച്ചോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ കുഞ്ഞുങ്ങളെ. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ക്രിസിൻ ഓക്കെ ആണോ, ക്രിസിൻ പാർവണ ഒക്കെ ഓക്കെ ആണോ, ക്രിസിൻ പാർവണ ഓക്കെ ആണ് സർ. ഓക്കെ, സൂര്യഗായത്രി ഓക്കെ സർ. അർജുൻ ഓക്കെ ആണ്. അലനൊക്കെ ഓക്കെ സർ. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് a ball
A ball is thrown vertically. A ball is thrown vertically upwards with a velocity of 20 meter per second from the top of a building. The height of the point from the ground is 25 meter from the ground. From the height of the ball height of the ball sorry, the height of the point from the ball, from where the ball is thrown is 25 meter from the ground. ഒന്നാമത്തേത്, how high will the ball rise? രണ്ടാമത്തേത്, how long will it be before the ball hits the ground? അതൊന്ന് ചെയ്തോ, 3 മിനിറ്റ് വരാം ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചൊന്ന് ചെയ്തേ എന്ന് ചുമ്മാ.
ക്രിസ്ത്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നു? ക്രിസ്ത്യൻ മനസ്സിലായി സർ. ഓക്കെ. അർജുന് കിട്ടുന്നുണ്ടോ മോനെ? ഇത് മറ്റേ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ പ്ലസ് 2ac വെച്ച് ചെയ്യാനുള്ളതല്ലേ? പല ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം മോനെ. അതിൽ എനിക്ക് ആൻസർ ആവേണ്ടത് പല ഇക്വേഷൻ വെച്ചിട്ട് ഓക്കെ, ചെയ്യാം. 45 മീറ്റർ ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ 5 സെക്കൻഡ്. സൂര്യഗായത്രിക്ക് കിട്ടുന്നുണ്ടോ? അലീഷയ്ക്ക് ഇല്ല കിട്ടുന്നുണ്ടോ? സർ. അലീഷ നോ സർ, ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. അല്ല അത് കുഴപ്പമില്ല, നമ്മൾ ടോപ്പിക്ക് തീർത്തല്ലോ. നോക്കുക. ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെ. പാർവണയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? സാർ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ധനുവിന് കിട്ടിയോ? നിങ്ങൾ ആ തന്നിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് എഴുത്. എന്നിട്ട് എന്തോ കണ്ടുപിടിക്കുന്നത് അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തേ. തന്നെത്താനൊന്ന് ട്രൈ ചെയ്തേത്. നാൽപ്പത്തഞ്ച്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണേ. കുറേ സമയം ഇത്ര സമയം എടുക്കാൻ പാടില്ല. നോക്കിക്കോളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോഴേ മനസ്സിലാക്കിക്കോണം എന്ത് യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഇപ്പം ഞാൻ ആ ബിൽഡിംഗ് ഒന്ന് വരയ്ക്കാം. നോക്കിയോ, ഇതാണ് ആ ബിൽഡിംഗ്. ഓക്കെ, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞത്? ദി ഹൈറ്റ് ഓഫ് ദ പോയിന്റ് വെൻ ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് എന്നാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഒരു 25 മീറ്റർ എന്ന് എടുക്കാം, ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇതിനെ മണ്ടയ്ക്കുന്നാണ് എറിയുന്നത്. ഇതിനെ മണ്ടയ്ക്കുന്ന് മുകളിലോട്ട് എറിയുവാണ്. ഓക്കെ, ഇതിന് മണ്ടയ്ക്കുന്ന് മുകളിലോട്ട് എറിയുന്ന ഇനിഷ്യൽ വെലോസിറ്റി എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡിൽ ഞാനൊരു ബോൾ മുകളിലോട്ട് എറിയുകയാണ്. അപ്പോൾ എന്തായാലും ബോൾ മുകളിലോട്ട് പോയിട്ട് ഇവിടെ ചെന്നിട്ട് നിൽക്കുമല്ലോ. നിന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് വരുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് അവർ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തേത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇവിടുത്തെ കേസ് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു ഈസിക്കൽ എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്താ അവിടെ വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി. കാരണം ഞാൻ എറിയുമ്പോൾ വെലോസിറ്റി 20, മുകളിൽ പോകുമ്പോൾ നിൽക്കുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 0. ഇനി ആക്സിലറേഷൻ നോക്കാം നമുക്ക്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രാവിറ്റി ആണ് ഇല്ലേ? ജി ആണ്, വെർട്ടിക്കൽ മോഷൻ ആണ്. അത് എത്രയായിരിക്കും? അല്ല, മുകളിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് 9.8 ആണ്. അതുപോലെ നെഗറ്റീവ് റൗണ്ട് ചെയ്ത് നെഗറ്റീവ് എന്തെന്ന് എടുക്കാം? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. റൗണ്ട് ചെയ്തെടുക്കാം. 9.8 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60 ഇത് കിട്ടത്തില്ല, അതിൻ്റെ താഴെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നോക്കിയോ, അപ്പം നമ്മുടെ ആൻസർ അങ്ങനെയാണ്, റൗണ്ട് ചെയ്ത ഫിഗർ ആണ്. അതുകൊണ്ടാണ് 9.8 കിട്ടാത്തത്. ഓക്കെ, ഇവിടെ നോക്കിയോ. അപ്പം നമുക്കറിയാം ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് എസ് സി സിക്കൽ എന്താ? എസ് സി സിക്കൽ വേണ്ട,
വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസിക്കൽ എന്താ 2as അല്ലെങ്കിൽ 2gs എന്ന് എടുക്കാം. അവിടെ നിന്ന് വി സ്ക്വയർ 0 ആണ്. 0 മൈനസ് എന്താ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര 20 സ്ക്വയർ ഈസിക്കൽ എന്താ 2 ഇൻറ്റു 10 ഇൻറ്റു എസ് ആണ്. 20 സ്ക്വയർ എത്ര മക്കളെ 20 സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് കിടപ്പുണ്ട്. ഇവിടെ 10 മൈനസ് 10 ആണേ. അപ്പം 400 നെഗറ്റീവ് വെളിയിലാ മോനെ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഈ യു സ്ക്വയറുമായിട്ട് ഈ മൈനസിന് ഒരു ബന്ധവും. ഓക്കെ നോക്കിയോ. അപ്പോൾ മൈനസ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതാണ് ചോദിച്ച ചോദ്യം, സംശയം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് അത് ഓർക്കുക. അപ്പോൾ 400 ഈസിക്കൽ എന്താ 2 ഇൻറ്റു -20 എന്ന് എഴുതാം. -20 ഇൻറ്റു എത്രയാ എസ്. അവിടെ നിന്ന് എസ് ഈസിക്കൽ എത്രയാ -400 ഡിവൈഡ് ബൈ എത്രയാ -20. കട്ട് ചെയ്ത് പോകുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ എസ് ഈസിക്കൽ എത്രയാ 20. അതായത് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കോട്ട് എറിഞ്ഞ ഡിസ്റ്റൻസ് എത്രയാ 20 ആണോ. അപ്പം നമ്മളോട് എന്താ ചോദിക്കുന്നത്, ഹൗ ഹൈ വിൽ ബി ദ ബോൾ റൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും അത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25ഉം മുകളിലോട്ട് പോയ ഹൈറ്റ് 20 കൂടെ ചേർത്ത് മൊത്തം എത്ര വരും. അപ്പം ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എത്രയാ 25 പ്ലസ് എത്രയാ 20 ഈസിക്കൽ എത്രയാ 45 മീറ്റർ. എഴുതിക്കും. മുകളിലോട്ടല്ലേ എറിയുന്നത്, ഇപ്പോൾ ഗ്രാവിറ്റി നെഗറ്റീവ് ആവും. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. ഏതാ മോനെ ടോട്ടൽ വരുമ്പോ പ്ലസ് ആണോ മോനെ? നീ നിന്റെ വീടിന്റെ 2 നിലയുടെ മണ്ടയ്ക്ക് നിന്നൊരു ബോൾ എറിയുക. ബോൾ മാക്സിമം ഹൈറ്റിലെത്തി. അപ്പൊ ആ ബോളിന്റെ ഹൈറ്റ് നീ എങ്ങനെ എടുക്കുന്നത്? നമ്മൾ എല്ലാ ഹൈറ്റും എവിടുന്ന എടുക്കുന്നത്? ബോൾ ഇപ്പൊ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിന്റെ ഹൈറ്റ് നിന്റെ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കും നല്ല എടുക്കുന്നത്. എപ്പോഴും ഭൂമി നിന്നാണ് എടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഭൂമി എന്നുള്ള ഹൈറ്റാ. ഭൂമിന്ന് നിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 25ഉം ആ മണ്ടയ്ക്കൂന്ന് ഒരു 20 മീറ്റർ പൊങ്ങുകയും ചെയ്തു. അപ്പൊ മൊത്തം 45 മീറ്റർ പൊങ്ങി. സോറി. ക്രിസ്റ്റിൻ ഓക്കെ ആണോ? സൂര്യഗായത്രി ഓക്കെ സർ. അലീഷ ഓക്കെ സർ. പാർവണ സാർ ഈ ഫൈനൽ വെലോസിറ്റി 0 വന്നത്. അതായത് ഇപ്പൊ കയ്യിൽ ഒരു പേന ഇരിപ്പുണ്ടോ? പേന ഉണ്ട് സർ. മുകളിലോട്ടൊന്ന് എറിഞ്ഞേ പെതുക്കെ. എറിഞ്ഞപ്പോ മോളിൽ പോയിട്ട് അവിടെ നിന്നിട്ട് തിരിച്ചു കൈ വന്നില്ലേ? അപ്പം കയ്യിൽ നിന്ന് അങ്ങോട്ട് വെളിയിലോട്ട് മുകളിലോട്ട് എറിഞ്ഞ ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ആ മണ്ടയ്ക്ക് പോകുമ്പോൾ അതിന്റെ മാക്സിമം ഹൈറ്റ് പോകുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി 0 ആവുന്നുണ്ടല്ലേ അത് പോയിട്ട് തിരിച്ചു വരുന്നത്? അതോ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതിങ്ങനെ മടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതായത് നമ്മള് ഇപ്പം കയ്യിൽ പേന ഉണ്ടായിരുന്നു, ആ പേന എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു, ആ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണോ? അല്ല, ഏതോ ഒരു പോയിന്റ് ചെല്ലുമ്പോൾ നിന്നിട്ട് തിരിച്ചു വന്നു. അപ്പം നമുക്ക് അറിയേണ്ടത് ആ മാക്സിമം ഹൈറ്റ് വരെ, മാക്സിമം ഹൈറ്റ് അറിയേണ്ടത്. അപ്പം മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്തായിരിക്കും? 0. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് എറിയുമ്പോൾ ഇവിടുന്ന്, അതായത് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് നിന്ന് ആ പേന എടുത്തിട്ട് പേന മുകളിലോട്ട് എറിയുന്ന സമയത്ത് ആ പാർവണ ഇപ്പൊ എറിഞ്ഞ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ആ പേന കുറച്ച് ഹൈറ്റ് മുകളിലോട്ട് പോയി, എന്നിട്ട് ഇവിടെ നിന്നു. അപ്പം ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിഞ്ഞത്, മുകളിലോട്ട് പോയപ്പോൾ അതാണ് ഇൻസ്റ്റന്റ് ഫൈനൽ വെലോസിറ്റി v 0 ആണ്. ഇവിടെ നിന്നോണ്ടാണ് തിരിച്ചു വന്നത്, മനസ്സിലായോ? അപ്പൊ ഈ ഇൻസ്റ്റന്റിലുള്ളത് യുവും വിയും ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ നിന്ന് ബോൾ മുകളിലോട്ട് എറിയുക,
ഇവിടെ നിന്നും ബോൾ മുകളിലോട്ട് എറിയാൻ വേണ്ടി എത്ര സമയം എടുക്കും? ഒരു പർട്ടിക്കുലർ സമയം എടുക്കും ഇല്ലേ? അതിനെ നമുക്ക് T1 എന്ന് എടുക്കാം. ഓക്കെ, ഇനിയും ആ ബോൾ പോയിട്ട് തിരിച്ച് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു T2 സമയം എടുക്കാം. അപ്പം മൊത്തം എത്ര സമയം എടുക്കും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ? T1 + T2. അപ്പം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 + T2 എന്ന് എടുക്കാം ഇല്ലേ? അപ്പം ഫസ്റ്റ് ഇൻസ്റ്റന്റ് എടുക്കുക, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടൈം കണ്ടുപിടിക്കാൻ T1 ആണ്. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? അതായത് നമുക്ക് ഇങ്ങനെ എടുക്കാം, ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് മാക്സിമം ഹൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഇതൊക്കെ എഴുതണം കേട്ടോ. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. അതിനെ നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? T1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ? ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കുന്ന് മുകളിലോട്ട് എറിയുന്ന ഹൈറ്റ്, അല്ല മുകളിലോട്ട് എറിയുന്ന ടൈം. മുകളിലോട്ട് എറിയുമ്പോൾ അവിടെ മാക്സിമം പോകുന്ന ടൈം. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ V = U + AT വെച്ച് ചെയ്യുന്നു. ATക്ക് പകരം AT1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ V 0 ആണ്, U എന്ന് പറയുന്നത് 20 ആണ്, ആക്സിലറേഷൻ -10 ആണ് ഇല്ലേ? ആക്സിലറേഷൻ -10 ആണ് ഇല്ലേ? ഇൻറ്റു ടൈം. ഇതാ കണ്ടുപിടിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ -20 വരുന്നു. ഇനിയും അതേപോലെ തന്നെ എന്താ? ഓക്കെ, ഇനി എന്താ സംഭവിക്കേണ്ടത്? ഓക്കെ, ഇനി -20 = -10 ഇൻറ്റു എന്തെന്ന് വരും? T എന്ന് വരും. അങ്ങനെയാണെങ്കിൽ -20 / -10 എത്ര വരും? T1 എന്ന് വരും. ആണോ? അങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ T1 എത്ര? 2 സെക്കൻഡ്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊന്ന് മാക്സിമം ഹൈറ്റ് വരെ പോകാൻ 2 സെക്കൻഡ് എടുത്തു. ഈ ഇൻസ്റ്റൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ഹൈറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന കേസാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി അടുത്ത അതാ എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. നോക്കിക്കോളൂ. ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ഫോൾ ഫ്രം ദ മാക്സിമം ഹൈറ്റ് ടു ദ ഗ്രൗണ്ട്. അതായത് ഏറ്റവും മാക്സിമം ഹൈറ്റ് പോയതിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വീഴാൻ. ടു ദ ഗ്രൗണ്ട്. അതിനെ നമുക്ക് T2 എന്ന് എടുക്കാം. T2 കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയേ. ഇവിടെ ഏത് ഇൻസ്റ്റൻ്റാണ് എടുക്കുന്നത്? ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ ഏത് ഇൻസ്റ്റൻ്റാണ് എടുക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മോഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണെന്നറിയാമോ? U0യും അതേപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? V എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും അല്ലേ? അല്ല, V കണ്ടുപിടിക്കേണ്ട ഇവിടെ ആവശ്യമില്ല. കാരണം S = UT + ½ AT² വെച്ച് T കണ്ടുപിടിക്കാം ഇവിടെ. അപ്പം ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. കാരണം അത് ഏത് ഇൻസ്റ്റൻ്റാണ്? മോളിൽ നിന്ന് താഴോട്ടുള്ള മോഷനാണ് അല്ലേ? മോളിൽ നിന്ന് താഴോട്ടുള്ള മോഷൻ എന്ന് പറയുമ്പോൾ മോളിൽ തുടങ്ങുന്നേ ഉള്ളൂ മോഷൻ. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയോ. അപ്പോൾ നമുക്കിവിടെ S = UT2 + എന്താ? ½ AT² എന്നെടുക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആണ്? മോളിൽ നിന്ന് താഴെ വരെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ, 45 ഇല്ലേ? U എന്ന് പറയുന്നത് 0 ആണ്. 0 × T + ½ ഇൻറ്റു ആക്സിലറേഷൻ എന്താ മക്കളെ? മോളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ? പോസിറ്റീവ് ആണ്. കാരണം ആക്സിലറേഷൻ താഴോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്? അപ്പോൾ പോസിറ്റീവ് 10 m/s ആണ്. 10 m/s ആണ് അല്ലേ? അപ്പോൾ +10 ഇൻറ്റു എന്താണ്? T2². ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 45 = എത്ര കിട്ടുന്നു? 10/2 ഇൻറ്റു എന്തെന്ന് കിട്ടുന്നു? T2² എന്ന് കിട്ടുന്നു. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 90 = എന്താണ്? 10 ഇൻറ്റു T2² എന്ന് കിട്ടുന്നു. 90 / 10 = T2² എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 9. അപ്പോൾ T2² 9 ആണെങ്കിൽ T എത്ര വരും? T2 എത്ര വരും? √9 വരും. അത് 3 വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും T എന്ന് പറയുമ്പോൾ T1 + എന്താ? T2 ആണ്. അപ്പോൾ 2 + 3 അതായത് 5 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ. ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും എടുക്കണം കേട്ടോ. അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗ്രാവിറ്റി പോസിറ്റീവ് ആവുന്നു നെഗറ്റീവ് ആവുന്നു ഒക്കെ കേസുണ്ട്. അത് ആ ഇൻസ്റ്റൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
ആർക്കെങ്കിലും ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ പറയാം. കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ എഴുതി. ക്രിസിൻ എഴുതിയോ? ക്രിസിൻ, സൂര്യഗായത്രി, അലീഷ, പാർവണ, അർജുൻ, അലൻ. എഴുതി സാർ. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണേ. ഏതാ 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 ഇത് ക്വസ്റ്റ്യൻ കാണാൻ പഠിച്ചേക്കണം. ഇതിൻ്റെ ആൻസർ ഇതാ. ചോദിക്കും, 2 മാർക്കിന് ചോദിക്കും. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരാളുടെ എന്താണ് മണ്ടയ്ക്ക് നിന്ന് എടുത്ത് താഴോട്ട് ചാടുക അല്ലേ? അപ്പം അവിടെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ഓരോ ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരയ്ക്കുന്നത്? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വേണം വരയ്ക്കാനേ, ഈ സൈഡിലോട്ട് വേണം. ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചോ. VT ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്തങ്ങ് വെച്ചേക്കണം. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇത് അതിൻ്റെ ആൻസർ. ഫ്രീ ഫോളിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് തന്നെ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. വളരെ സിമ്പിളാണ്. തന്നെ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. എ ബോയ് ടേക്സ് 5 minutes to ride a cycle on a horizontal circular track of radius 2 kilometer. What is the distance displacement and average speed of the boy in the following cases. ഒന്നാമത്തെ കേസ് ഇതാണ്. he reaches back to the starting point. രണ്ടാമത്തേത്, as he is at the diametrically opposite point. Diametrically opposite point on the track. ഏതാ? അത് ഊരാൻ പറ്റത്തില്ല. ഊരിയ സ്വിച്ച് ഓഫ് ആയിട്ട്. ഇത് ചെയ്തോ. ഇത് തന്നെ ചെയ്യാനുള്ള, ഇത് പറഞ്ഞു തരത്തില്ല, തന്നെ ചെയ്യണം.
കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000. എടാ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്ററാണ്. 100 മീറ്റർ ഒരു നീ എത്ര മീറ്ററാണ് മോനെ ഓടുന്നതെന്ന് പറഞ്ഞാൽ 1500. എന്തൊക്കെയാ കണ്ടുപിടിക്കണ്ടേ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ആൻസർ പറയാം കേട്ടോ. ഓൺലൈൻ ഇരിക്കുന്ന ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ആൻസർ പറയാം. എടേ ഹൊറിസോണ്ടൽ, എടേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഒരു വള ഉണ്ടോ ഇതിൻ്റെ കയ്യിൽ? വളയില്ല. അതുകൊണ്ടാ ഷട്ടിൽ ബാറ്റിംഗ് എടുത്തുണ്ടോ? ഓക്കെ, ഇത് നോക്കിയോ, ഇത് സർക്കിള്, ഇത് സർക്കിൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇത് സർക്കിളാ അല്ലേ? ഇത് സർക്കിളാണെന്ന് കരുതുക. അപ്പം ഈ സർക്കിള് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലാ. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലാ. മനസ്സിലായോ? ഇതാണ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ സർക്കിളായി. ഇങ്ങനെ ഇരിക്കുന്ന സർക്കിൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വണ്ടി പോകുമ്പോ സർക്കുലർ വണ്ടി ഇങ്ങനെ പോകത്തില്ലല്ലോ. ഒരു പ്ലെയിനിലുള്ള സർക്കിൾ, എല്ലാം പ്ലെയിനിലുള്ള സർക്കിളാ. ഇത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള സർക്കിൾ, ഇത് ഹൊറിസോണ്ടൽ ഇതിലുള്ള പ്ലെയിൻ. സോ സെക്കൻഡ് പാർട്ടിന്റെ മീനിങ് മനസ്സിലായില്ല. സെക്കൻഡ് പാർട്ടിന്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറഞ്ഞത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ഡിസ്റ്റൻസ് അല്ല, ഞാനത് ചെയ്തു തരാം. എന്തുവാ തെറ്റാ? അത് ശരിയാ, പക്ഷെ അങ്ങനെ എഴുതണ്ട, ഇത്ര എഴുതിയാൽ. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ഒരു ബോയ്, ഇവിടെ ശ്രദ്ധിച്ചു, ഒരു ബോയ് 5 മിനിറ്റ് എടുത്തു ടു റൈഡ് എ സൈക്കിൾ ഇൻ എ ഹൊറിസോണ്ടൽ സർക്കുലർ പാത്ത്. അപ്പം എന്തായാലും ബോയ് റൈഡ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ പ്ലെയിനിൽ നോക്കിയോ. 3 ഡയമെൻഷണൽ പ്ലെയിനിൽ ഇതല്ലേ? അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഞാനൊരു ക്യൂബ് വരച്ചിട്ട് പറഞ്ഞുതരാം. ഒരു ക്യൂബ് വരച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മനസ്സിലാവും. ഒരു ക്യൂബ് വരച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മനസ്സിലാവും. ഇത് നോക്കിയോ, ഇനിയിപ്പോൾ ഒന്നും ഡൗട്ടും ചോദിക്കണ്ട. ഇത് നോക്കി, ഇത്രയും നേരം ഞാൻ തന്നു. ഇവിടെ നോക്കിയോ, പറഞ്ഞുതരാം. ഡൗട്ട് അല്ലാത്ത ഡൗട്ടാണ് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയോ, ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതായിരിക്കും ഹൊറിസോണ്ടൽ സർക്കിൾ. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്നത്. വെർട്ടിക്കൽ സർക്കിൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് വെർട്ടിക്കൽ സർക്കിൾ. കണ്ടോ, ഈ സൈഡിൽ വരുന്നതാണ് വെർട്ടിക്കൽ സർക്കിൾ. ഈ സൈഡിലും
അതേപോലെ തന്നെ ഈ സൈഡിലും, അതേപോലെ തന്നെ എന്താ ഈ നമ്മളെ നോക്കി നിൽക്കുന്ന ഈ സൈഡിലും ഒക്കെ വരുന്ന എല്ലാം വെർട്ടിക്കൽ സർക്കിളാണ്. മുകളിലും താഴെയും വരുന്നതാണ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ ഹൊറിസോണ്ടൽ സർക്കിൾ? അപ്പോൾ എന്തായാലും നമ്മുടെ പാത്തുകളെല്ലാം ഹൊറിസോണ്ടൽ സർക്കിൾ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ്ട് ഇങ്ങനെ ആയിരിക്കും ആ ഹൊറിസോണ്ടൽ സർക്കിൾ ഇരിക്കുന്നത്. ഓക്കെ, 3 ഡയമെൻഷനായിട്ട് നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റേഡിയസ് എത്രയാ? 2 കിലോമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 5 മിനിറ്റ് എടുത്തു എന്ത് ചെയ്യുക? എ ബോയ് ടേക്സ് 5 മിനിറ്റ് ടു റൈഡ് എ സൈക്കിൾ ഓൺ എ ഹൊറിസോണ്ടൽ ട്രാക്ക് ഓഫ് റേഡിയസ് 2 കിലോമീറ്റർ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്? ഓക്കെ, അപ്പം ഇവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടം വരെ വരാൻ വേണ്ടി എത്ര ഡിസ്റ്റൻസ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ കണ്ടുപിടിച്ചാൽ മതി. പെരിമീറ്റർ ഓഫ്, അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എന്താണ്? സർക്കിളാണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ 2π റേഡിയസ് ആണ്. അപ്പം 2π ഇൻറ്റു റേഡിയസ് 2 ആണ്. അപ്പോൾ നമുക്ക് 4π എന്ന് എഴുതിയാൽ മതി. 4π കിലോമീറ്റർ മതി, വേണ്ട. ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആ കണ്ടുപിടിക്കുന്നതെങ്കിൽ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങനെ കറങ്ങി വന്നിട്ട് അവൻ ഈ പോയിന്റിൽ തന്നെ വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? 4π ബൈ ടോട്ടൽ ടൈം ഇല്ലേ? ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 5. അത് അവറിൽ എത്ര തന്നിരിക്കുന്നത്? ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ എല്ലാം മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഇത് നോക്ക്, ഇത് കിലോമീറ്ററാണ്. ഇതിനെ മീറ്ററിലോട്ടാക്കുമ്പോൾ എന്ത് വരും? 4000 π എന്ന് വരും, അത്രയും മീറ്റർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 4000 π ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ടൈം എത്ര? ടൈം 5 മിനിറ്റ് ആണ്. 5 എന്ന് പറയുമ്പോൾ 5 × 60 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 4000 π ഡിവൈഡ് ബൈ എത്രയാണ്? 300 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 40 π മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. 40/3 π മീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. സാറേ 400 പൈ മീറ്റർ എവിടെ നിന്ന് വന്ന്? ആഹാ, ഇത് കൊള്ളാലോ. ഇവിടെ നോക്കിയോ, അതായത് റേഡിയസ് എത്ര മോനെ? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ എത്ര മീറ്ററാ? 2000. അപ്പൊ നമുക്കിപ്പോ 2π × 2 ചെയ്തപ്പോ 4π കിലോമീറ്റർ എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇൻറ്റു 1000 ചെയ്താലല്ലേ മീറ്ററിലാകത്തുള്ളൂ. ഓക്കെ. അപ്പൊ പൈ അവിടെ എക്സിസ്റ്റ് ചെയ്തു, 4000 π മീറ്റർ എന്ന് വന്നു. എന്നിട്ട് അതിനെ വെച്ചിട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. 4000 π ഡിവൈഡ് ബൈ 5 × 60 ചെയ്തപ്പോൾ നമുക്ക് അതായത് താഴത്തെ നമ്മൾ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മിനിറ്റിനെ സെക്കൻഡിലോട്ട് ആക്കാൻ. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്ത് 40/3 കിട്ടി. 40/3 π മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ. ഓക്കെ, ഇനി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ട്രാക്ക് എന്ന് പറയുമ്പോൾ നോക്കിയോ, അതാണ് അലീഷയ്ക്ക് ഡൗട്ട് വന്നത്. അപ്പം ഇവിടെ നിൽക്കുകയാണ്, ഇവിടുന്ന് അവൻ എവിടം വരെ ട്രാവൽ ചെയ്തുള്ളൂ? ദണ്ട് ഇവിടം വരെ ട്രാവൽ ചെയ്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഏതാ, ഡിസ്പ്ലേസ്മെന്റ് ഏതാന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതായത് ഹാഫ് പെരിമീറ്റർ ആണ്. ഹാഫ് പെരിമീറ്റർ ഓഫ് എന്താണ്? സർക്കിളാണ്. സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ 2π ഓക്കെ, 2πr എന്ന് എഴുതിയേക്കാം. എന്നിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? അതിൻ്റെ മുകളിൽ ഹാഫ് ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4000 π ആണ്. ഇത് രണ്ടും കട്ട് ചെയ്തുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 π എന്ന് കിട്ടും. അത്രയും എത്രയാണ്? അത്രയും മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ദൂരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? അപ്പം അവിടെ ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ എന്ത് വരും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 2 കിലോമീറ്റർ ആണ് റേഡിയസ്. ഇവിടെ നിന്ന് ഇവിടം വരെ 2 കിലോമീറ്റർ ആണ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ വരുന്നു, അതായത് 4 കിലോമീറ്റർ വരുന്നു, അതായത് 4000 മീറ്റർ എന്ന് വരുന്നു. ഓക്കെ, ഇനി എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എത്രയാ?
അതെ 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 ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ 2000 പൈ ഡിവൈഡ് ബൈ ടൈം എത്രയാ? ആ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 2.5 ഇല്ലേ? 2.5 ഇൻറ്റു 60 ചെയ്യണം ഇല്ലേ? അപ്പം നോക്കിക്കോ. ഹലോ, ആ മോനെ ജോയിൻ ചെയ്യുവാണേ. ഉണ്ട് ജോയിൻ ചെയ്യുവാണ്. ഞാൻ ക്ലാസ് തീർന്നില്ലായിരുന്നു എൻ്റെ മുമ്പിലത്തെ. ആണ് അതെ 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 ഇപ്പം ആഡ് ചെയ്യാമേ. ഞാൻ ക്ലാസ് കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ മുമ്പിലത്തെ. ഇപ്പം ആഡ് ചെയ്യാം. ഓക്കെ നോക്കിക്കോളൂ. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് സ്പീഡ് ഈസിക്കലും എന്താ? ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ എന്താ? ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം എന്ന് വരും. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എത്ര? 2000 പൈ ഡിവൈഡ് ബൈ എത്ര? ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ ടൈം എത്രയാ? 2.5 ഇൻറ്റു 60 ചെയ്യേണ്ടി വരും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അത്രയും ഇത് എത്രയാണോ കിട്ടുന്നത് അത്രയും മീറ്റർ പെർ സെക്കൻഡേ. അങ്ങനെ നിർത്താം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. 2.5 ആണ്. 2.5 അല്ലേ? പകുതി റൗണ്ട് അല്ലേ? നമുക്ക് വേണ്ട എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എവിടം വരെയാ? ഇവിടുന്ന് ഇവിടം വരെയാ. ഓക്കെ സാർ. അപ്പം അവിടം വരെ പോകാനുള്ള ടൈം എടുത്തത് മൊത്തം 5 മിനിറ്റ് ആണെങ്കിൽ പകുതി ട്രാവൽ ചെയ്യാൻ 2.5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ആൻസർ എന്താന്ന് നോക്കണം. ക്രിസിന് ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ. സൂര്യഗായത്രി ഓക്കെ ആണോ? ഓക്കെ സർ. അലീഷ ഓക്കെ ആണോ? കിട്ടിയോ അലീഷയ്ക്ക്? നേരത്തെ സംശയം അറിയോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ. അലനും അർജുനും ഓക്കെ അല്ലേ? ഓക്കെ സാർ. സൂര്യഗായത്രി, പാർവണ ഓക്കെ സർ. എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാമേ.